മകളുടെ വിവാഹത്തിന് മുന്നോടിയായി മാതാവിന് കാണിക്കയായി സുരേഷ് ഗോപിയുടെ വക പൊൻകിരീടം. തൃശൂർ ലൂർദ് കത്തീഡ്രലിലാണ് മാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ സുരേഷ് ഗോപി സ്വർണ്ണക്കിരീടം സമർപ്പിച്ചത്. ഇന്ന് രാവിലെ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം പള്ളിയിലെത്തിയാണ് സുരേഷ് ഗോപി കിരീടം മാതാവിന് സമർപ്പിച്ചത്. ലൂർദ് കത്തീഡ്രലിൽ പെരുന്നാളിനെത്തിയ സമയത്ത് മാതാവിൻ്റെ തിരുസ്വരൂപത്തിലെ കിരീടം ഇളകുന്നത് സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്ന് സുരേഷ് ഗോപി തന്നെയാണ് നേർച്ചയായി പുതിയ പൊൻകിരീടം നൽകാൻ സന്നദ്ധത അറിയിച്ചത്. പിന്നീട് കയ്യിലുള്ള സ്വർണം പരുമല സ്വദേശി അനന്തൻ ആചാര്യയ്ക്ക് നൽകി കിരീടം നിർമ്മിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. പിന്നീട് നടൻ സമർപ്പിച്ച സ്വർണ്ണ കിരീടം താഴെ വീണു പൊട്ടി. കിരീടം സമർപ്പിച്ച് സുരേഷ് ഗോപിയും കുടുംബവും പ്രാർത്ഥിക്കുന്നതിനിടെയാണ് താഴെ വീണ് മുകൾ ഭാഗം വേർപെട്ടത്. 2 ആഴ്ചയിലധികം സമയമെടുത്താണ് സ്വർണ്ണ കിരീടം നിർമ്മിച്ചത്. സുരേഷ് ഗോപിയും ഭാര്യ രാധികയും മക്കളായ ഭാഗ്യ, ഭാവ്നി എന്നിവർ ഒരുമിച്ച് ഇന്ന് രാവിലെ ലൂർദ് കത്തീഡ്രലിലെത്തി മാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ കിരീടം അണിയിക്കുകയായിരുന്നു. വികാരി ഫാദർ ഡേവിഡ് പുലിക്കോട്ടിലിൻ്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ഏകദേശം 5 പവനോളം തൂക്കമുള്ള സ്വർണത്തിൽ പൊതിഞ്ഞ കിരീടമാണ് സുരേഷ് ഗോപി സമർപ്പിച്ചത്. 17-ന് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം. മകളുടെ വിവാഹത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ പള്ളിയിലെത്തിയാണ് സുരേഷ് ഗോപി കിരീടം സമർപ്പിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഭാഗ്യ സുരേഷിൻ്റെ ഹൽദി ചടങ്ങുകൾ നടന്നത്. ഈ വരുന്ന ബുധനാഴ്ച സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷും മാവേലിക്കര സ്വദേശിയും ബിസിനസ്സുകാരനുമായ ശ്രേയസ് മോഹനും തമ്മിലുള്ള വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്.